തഹാവൂർ ഹുസൈൻ റാണയുമായി ബന്ധപ്പെട്ട ഒരു നടിയുടെയും ഒരു ജഡ്ജിയുടെയും പേരുകൾ ആദ്യം പുറത്തുവിട്ടത് നമ്മളാണ്. ഇപ്പോൾ അത് വലിയ ചർച്ചയായി മാറുന്നുണ്ട്. ഈ ജഡ്ജിയുടെ പേര് പുറത്തുവിടാൻ സമയമായോ? ജഡ്ജിയുടെ പേര് എനിക്കറിയാം, ഞാൻ പറയില്ല. അദ്ദേഹം കൊച്ചിയിലുണ്ടായിരുന്നൊരു ജഡ്ജിയാണ്, റിട്ടയർഡ് ജഡ്ജിയാണ്, ഇത്രയും പറയാം. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഇനിയിപ്പോൾ ധന്യയ്ക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു അവസരം വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം റാണ 18 ദിവസമാണ് എന്നയുടെ കസ്റ്റഡിയിൽ പട്യാല കോടതി വിട്ടുകൊടുത്തിരിക്കുന്നത്. അതായത് 28-ാം തീയതിയോടുകൂടി ആ കസ്റ്റഡി തീരും. വേണമെങ്കിൽ ഇപ്പോൾ കാരണം കേരളം, ഗോവ, പുഷ്കർ, ആഗ്ര തുടങ്ങി ഒരുപാട് സ്ഥലങ്ങളിൽ തെളിവെടുപ്പിനായി റാണയെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് റാണയെ ഒരു പക്ഷേ 23-ാം തീയതി ബുധനാഴ്ചയോ 24-ാം തീയതിയോ കൊച്ചിയിൽ കൊണ്ടുവരാനായി. കൊച്ചിയിലെ താജിൽ വന്ന് താമസിച്ചു. 2008 നവംബർ 26 സ്ഫോടനം നടന്നതിൻ്റെ 10 ദിവസം മുമ്പ് 16-ാം തീയതി വന്നിട്ട് 17-ാം തീയതി തിരിച്ചുപോയി റാണ എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് കുറേ ആളുകളെ കാണുകയും കുറേ ആളുകളെ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു സുന്ദരി, നടിയാണോ എന്ന് എനിക്കറിയില്ല, സുന്ദരിയാണ്. നടിമാരൊക്കെ സുന്ദരിമാരാണല്ലോ. സുന്ദരിയും ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്ന ആളും റാണയെ കണ്ടത് താജിൽ വെച്ചാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വേറൊരുണ്ട്, അദ്ദേഹം ഒരു പോലീസ് ഓഫീസറുമായി ടെലഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ റാണയെ ഒരു ദിവസം 10 മണിക്കൂർ വെച്ചാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റാണ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിനോട് പറഞ്ഞു, എനിക്ക് 2-3 സാധനങ്ങൾ വേണം. ഒന്നൊരു ഖുറാൻ വേണം, ഒരു നോട്ട് പാഡ് വേണം, ഒരു പേന വേണം. പേന കൊടുത്ത കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. പേനയുടെ മുന മെറ്റലിൻ്റെ ടിപ്പല്ലാത്ത നാര് പോലെയുള്ള മുനയുള്ള ഒരു പേനയാണ് കൊടുത്തത്. കാരണം ഇതുകൊണ്ട് സ്വയം കുത്തി മരിക്കാനൊന്നും പറ്റരുത്. അപ്പോൾ ഖുറാൻ കൊടുത്തു, ഒരു നോട്ട് പാഡ് കൊടുത്തു. ഈ ഖുറാൻ നോക്കിയിട്ട് നോട്ട് എഴുതാനായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇത് തനിക്ക് അമേരിക്കയിലെ ഭരണഘടനയുടെ 5th അമെൻഡ്മെൻറ്റ് പ്രകാരം അതിൻ്റെ പരിരക്ഷ ഇന്ത്യയിൽ കിട്ടുമോ ചോദിച്ചു. കാരണം ഒന്നും പറയാതിരിക്കാനുള്ള അവകാശം കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. റാണയ്ക്ക് നമ്മൾ സർക്കാർ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ് ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്ന അഭിഭാഷകർ, നമ്മൾ സൗജന്യമായിട്ട് ഏർപ്പെടുത്തി കൊടുത്തിരിക്കുന്ന വക്കീൽമാരുണ്ട്, അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു അവകാശം ഇവിടെ കിട്ടത്തില്ല, ഇന്ത്യൻ നിയമപ്രകാരമുള്ള പരിരക്ഷകൾ കിട്ടും. 161 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പോലീസിന് മുമ്പാകെയുള്ള മൊഴി രേഖപ്പെടുത്തുന്നത്. അത് നിങ്ങൾക്ക് കോടതിയിൽ നിഷേധിക്കാൻ പറ്റും എന്ന് അഭിഭാഷകർ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിനുശേഷമാണെന്ന് തോന്നുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരോട് റാണ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് റാണയും ദാവൂദ് ഗിലാനി എന്ന് പറയുന്ന ഹുസൈൻ റാണയും ദാവൂദ് ഗിലാനി എന്ന് പറയുന്ന ഹെഡ്ലിയും തമ്മിൽ നടത്തിയ ടെലഫോൺ സംഭാഷണങ്ങൾ ഡീകോഡ് ചെയ്യുകയാണ്. ഒരുപാട് കോളുകളുണ്ട്, 86 കോളുകൾ ഇവർ തമ്മിൽ നടത്തി എന്നാണ് പറയുന്നത്. അത് ഡീകോഡ് ചെയ്തു. അതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമുക്ക് ഈ കിട്ടുന്ന വിവരം 28-ാം തീയതി അല്ലെങ്കിൽ 29-ാം തീയതി കോടതിയിൽ വീണ്ടും റാണയെ ഹാജരാക്കണം. UAPA കേസായതുകൊണ്ട് ഒരു പക്ഷേ 1 മാസം കൂടി നീട്ടിക്കിട്ടാൻ സാധ്യതയുണ്ട്. നീട്ടിക്കിട്ടാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു നിയമവശം NIA പരിശോധിക്കുകയാണ്. നീട്ടിക്കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ 23-നോ 24-നോ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ റാണയെ കൊച്ചിയിൽ കൊണ്ടുവന്നേക്കാം എന്ന് കൺഫേം ചെയ്യാത്ത ഒരു വിവരം ഡൽഹിയിൽ നിന്നുണ്ട്. ഇനിയിപ്പം ഈ 1 മാസം കൂടെ റാണയെ കസ്റ്റഡിയിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും കൊണ്ടുവരിക. ഏതായാലും ഇപ്പോൾ 23 അല്ലെങ്കിൽ 24-ന് റാണയെ കൊച്ചിയിൽ എത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ NIA ക്രോഡീകരിക്കുന്നുണ്ട്. കൊച്ചിയിലെ NIA ടീമും ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ വരികയാണെങ്കിൽ NIAയുടെ ഡെപ്യൂട്ടി IG അതായത് DIG ജയ റോയിയുടെ നേതൃത്വത്തിലായിരിക്കും റാണയെ കൊച്ചിയിൽ കൊണ്ടുവരിക എന്നും പറയുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഒരു ജുഡീഷ്യൽ ഓഫീസർ എന്ന് പറയുന്ന ആൾ ഏത് ലെവലിലുള്ള ജുഡീഷ്യൽ ഓഫീസറാണെന്ന് ഞാൻ പറയുന്നില്ല. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള തരത്തിലുള്ള കോടതികൾ നമുക്കുണ്ടല്ലോ. ഈ കോടതികളിലെ ഒരാളടുത്ത് ജോലിയിൽ സർവീസിലുണ്ടായിരുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറെയാണ്, ആ സമയത്ത് സർവീസിലുണ്ടായിരുന്ന ഒരു ജുഡീഷ്യൽ ഓഫീസറെയാണ് കണ്ടതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഒരു DIG റാങ്കിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ടെലഫോൺ നമ്പറും റാണയുടെ ഈ കോളുകൾ കൊച്ചിയിൽ നിന്ന് പോയ കോളുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. സ്ഥിരീകരിക്കപ്പെടാത്തവരാണ്. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെക്കുറിച്ച് മുമ്പ് ഒരു ആരോപണമുണ്ട്. കേരള പോലീസിൽ പച്ച വെളിച്ചം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായത്. ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ പോലീസിൻ്റെ മേധാവിയായിരിക്കെയാണ് കേരള പോലീസിൽ പച്ച വെളിച്ചം എന്നുള്ള ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് മനസ്സറിവുണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി പറയാതെ തന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
ഇപ്പം നമ്മൾ ജാതിയും മതവും പറഞ്ഞെന്ന് പറയട്ടെ, പക്ഷേ റാണ ഹുസൈൻ ആണ്, ദാവൂദ് ഗിലാനിയാണ് ഡേവിഡ് ഹെഡ്ലി കോൾമാൻ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അവരുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി പറയാതെ തന്നെ ആളുകൾ ഊഹിക്കാം. കാരണം ആ കമ്മ്യൂണിറ്റിപ്പെട്ട എല്ലാവരും തീവ്രവാദികളല്ല, പക്ഷെ പിടിക്കപ്പെടുന്ന തീവ്രവാദികളെല്ലാം ആ കമ്മ്യൂണിറ്റിപ്പെട്ടവരാണ്. അത് നമ്മുടെ കുഴപ്പമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇത് അങ്ങനെയാണ് പോകുന്നത്. കാരണം നമുക്കറിയാമല്ലോ, ഇത് റാണ ഈ അജ്മൽ കസബിനെയാണ് ആകെ ജീവനോടെ പിടികിട്ടിയത്. അജ്മൽ കസബിനെ പിടികിട്ടുമ്പോൾ അയാളുടെ ദേഹത്ത് ഒരു ID കാർഡുണ്ട്, സമർ ചൗധരി ബാംഗ്ലൂരിലെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ID കാർഡ് എൻ്റെ ദേഹത്ത് വെച്ചിരുന്നു. ചരടും ചുവന്ന കുങ്കുമപ്പൊട്ടിനും പുറമെ ഈ ബോംബെയിലെ ഭീകരാക്രമണം നടത്തിയത് ഹിന്ദു ഭീകരരാണെന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ പ്ലോട്ടും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി തയ്യാറാക്കി വെച്ചിട്ടാണ് ഈ സ്ഫോടനം നടന്നത്. കാരണം അത് കഴിഞ്ഞ് സ്ഫോടനം നടന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് RSSൻ്റെ ആസൂത്രണമെന്ന് പറഞ്ഞ് ദിഗ്വിജയ് സിംഗിൻ്റെ പുസ്തകം ഇറങ്ങി. അതിൽ പങ്കെടുത്ത് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറഞ്ഞുള്ള ഒരു ഫംഗ്ഷൻ നടന്നു. അതിൽ ശശി തരൂർ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് വെളിപ്പെടുത്തൽ RVS മണി എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണിയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നേരത്തെ അറിയാമായിരുന്നു എന്തിന് മുമ്പേ ഭീകരാക്രമണം നടത്താൻ ഭീകരർ വന്ന യാനം പാകിസ്ഥാൻ വാട്ടേഴ്സിൽ നിന്ന് ഇന്ത്യൻ വാട്ടേഴ്സിലേക്ക് കയറുന്ന നമ്മുടെ നേവിയും കോസ്റ്റ് ഗാർഡും കണ്ടതാണ്, അവരത് അറിയിച്ചതാണ്. എന്നിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ അനുവാദം കൊടുക്കാതെ ഈ കോസ്റ്റ് ഗാർഡിനെയും നേവിയെ മറ്റ് ചുമതല ഏൽപ്പിച്ച് വഴിമാറ്റി വിടുകയാണ് ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള ദുരൂഹമായ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം, ഇപ്പം നമ്മൾ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം തന്നെ വീണ്ടും മയക്കുമരുന്നിൻ്റെ ചർച്ചയാണ് അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ചേ ഉള്ളൂ. മയക്കുമരുന്നിനെ കുറിച്ച് ചർച്ച നടക്കുന്നു, അധോലോകമെന്നും പറയുന്നു. ഇപ്പോൾ ഈ ദിഗ്വിജയ് സിംഗിൻ്റെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ചടങ്ങിൽ ഹോളിവുഡിലെ ചില ആളുകളുണ്ടായിരുന്നു. ഹോളിവുഡ് സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുത്തു. അവരാണ് അതിന് ഫണ്ട് ചെയ്യുമെന്ന് പറയുന്നു. അന്ന് ആ ദിഗ്വിജയ് സിംഗ് RSS ആണ് ഈ മുംബൈ ഭീകരാക്രമണം നടത്തിയത് എന്ന ഒരു തിയറി ദിഗ്വിജയ് സിംഗിൻ്റെ പുസ്തകത്തിലൂടെ മുന്നോട്ട് വെച്ച ചടങ്ങിന് ഹോളിവുഡ് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയും. ഹോളിവുഡ് സിനിമയുമായി ബന്ധപ്പെട്ട ബന്ധം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത ചില ആളുകൾ മലയാളത്തിലെ ഒരു യുവ സൂപ്പർ താരത്തിൻ്റെ വിവാദ നടൻ്റെ ചില ഏർപ്പാടുകളുമായി ബന്ധമുള്ളവരാണെന്ന് പറയുന്നുണ്ട്. ഈ നടൻ മിക്കവാറും പോകുമ്പോൾ ബോംബെ താമസിക്കുന്ന ഒരാളാണ്. ബോംബെ ആയി ബന്ധമുണ്ട്, വിദേശ ഗൾഫ് രാജ്യങ്ങളും ഖത്തറായിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന. അപ്പോൾ ഇതൊക്കെ ഒരു നെക്സസ് ഇപ്പോൾ പതുക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാത്ത തരത്തിലേക്ക് കേരളത്തിൽ ഇത് ഫോക്കസ് ചെയ്യേണ്ട തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. കാരണം ഇപ്പോൾ ഇയാൾ മുംബൈ ഭീകരാക്രമണം നടത്തി, പൂന, ലഷ്കർ, ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയെങ്കിലും ബോംബെ കഴിഞ്ഞാൽ മുംബൈ ആക്രമണ കേസിലെ നിർണായകമായ ചില അന്വേഷണങ്ങൾ കൊച്ചിയിലേക്ക് മാറുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചിയിലാണ് ഒരുപാട് പേരെ ഇവർ ബന്ധപ്പെടുകയും ഇവിടെ റിക്രൂട്ട്മെൻറ്റിന് എന്ന് പറഞ്ഞാണ് വന്നത്. എമിഗ്രേഷൻ കൗൺസിലർ എന്ന് പറഞ്ഞിട്ടാണ് താജ് ഹോട്ടലിൽ മുറിയെടുത്തത്. ആ താജ് ഹോട്ടലിൽ എമിഗ്രേഷൻ വേണ്ടി വരുന്ന ഒരാൾ, എമിഗ്രേഷൻ സ്ഥാപനം മുംബൈ നടത്തുന്നുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആളെന്ന നിലയിലൂടെ വന്നു. ആരെയാണ് അതിനു വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് എടുത്തത്? ആ റിക്രൂട്ട്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണോ? IS-ലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. കാരണം ഈ നവംബറിൽ മുംബൈ സ്ഫോടനം നടക്കുന്നു, ഒക്ടോബറിൽ കാശ്മീരിൽ കുപ്വാരയിൽ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മലയാളി യുവാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെ ആരാണ് റിക്രൂട്ട് ചെയ്തത്? അതിനു മുമ്പ് റാണ വന്നിട്ടുണ്ടോ? ഇതൊക്കെ പരിശോധിക്കുന്നത്. പക്ഷേ ഹെഡ്ലി ആണെങ്കിൽ നിരവധി തവണ അവിടെ വന്നിട്ടുണ്ട്. കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിലെ പല ഭാഗങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് വളരെ പ്രധാനപ്പെട്ട ചില ആസൂത്രണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ മുംബൈക്കൊപ്പം കൊച്ചിയിലും ആക്രമണം നടത്താൻ ഇവർ പദ്ധതി ഇട്ടിരുന്നതായി ഇപ്പോൾ സംശയിക്കപ്പെടുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അന്വേഷണം കൊച്ചിയിലേക്ക് മാറും. റാണയെ അടുത്ത ആഴ്ചയാണ് കൊണ്ടുവരുന്നതെങ്കിൽ, അതായത് സമയം കോടതി കൊടുക്കുന്നില്ല എങ്കിൽ അടുത്ത ആഴ്ച റാണയെ കൊച്ചിയിൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിയുമായിരിക്കും NIA ഈ പറയുന്ന സുന്ദരിയെയും. ധന്യ പറഞ്ഞതുപോലെ നടിയാണെങ്കിൽ നടി, പിന്നെ ഈ ജുഡീഷ്യൽ ഓഫീസറെയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയേക്കാം. റാണയെ കൊണ്ടുവരുമ്പോഴത്തേക്ക് വിളിച്ചു വരാൻ അന്ന് വിളിച്ചു വരുത്താം, അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു പക്ഷേ ഇവരെ കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.